ഹായ് സുഹൃത്തുക്കളെ, പൊതുവെ എല്ലാവരും പറയാറുണ്ട് മലയാളികൾ നല്ല രീതിയിൽ മീൻകറി വെക്കുമെന്നുള്ളത്. എന്നാൽ പല ദേശത്ത് പലരും പല രീതിയിലാണ് മീൻകറി വെക്കാറുള്ളത്. ഇവിടെ ഞാൻ ഏത് രീതിയിലാണ് മീൻകറി വെക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ അതിനുവേണ്ടി ചെയ്യാറുള്ളത് അതിനുള്ള അരപ്പ്, അതായത് ആവശ്യത്തിന് എരിക്കുള്ള മുളക് പൊടി, അല്പം ഉലുവാപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്ര എടുത്തെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അവരവരുടെ എരിക്ക് ആവശ്യത്തിന് വേണം മുളക് പൊടിയൊക്കെ എടുക്കാൻ. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചാലിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് മാറ്റി വെക്കും. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ആവശ്യത്തിന് കടുക് പൊട്ടിക്കാനും മസാല മൂക്കാനുമായിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് മാത്രമുള്ള അത്രയും ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ അല്പം ഉലുവയും കടുകും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കും. കുറച്ച് മാത്രം മതിയെ. പിന്നെ ഒരു 5-8 ചെറിയുള്ളി എടുത്ത് ചെറുതായി അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ചെറിയുള്ളി ശരിക്കൊന്ന് മൂത്ത് കിട്ടിയില്ലേൽ എളുപ്പം ചീത്തയായിപ്പോ മീൻകറി. അതൊന്ന് മൂത്ത് വരുന്ന സമയം ഒത്തിരി അങ്ങ് മൂക്കണ്ട. ആ സമയമാകുമ്പോൾ അല്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി ഇതിലേക്കിട്ട് അതിന്റെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് ഇളക്കണം. രണ്ടും അധികം മൂത്ത് പോകണ്ട, ഒന്ന് നല്ലപോലെ വാടി വരണം, പച്ചമണം മാറണം. അതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞൂടെ ആ കൂട്ടത്തിലിട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. അതും വഴന്നതിന് ശേഷം എല്ലാം ഞാൻ വേറെ വേറെയാണ് ഇങ്ങനെ ഇടാറുള്ളത്. ഒരു പച്ചമുളക് 4ആയിട്ട് കീറി അതുകൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കും. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് കറിവേപ്പില ഇടേണ്ടിയാണ്. എല്ലാം കൂടി ഇട്ട് ഇത്രയും മൂക്കുന്നിടം വരെ മൂത്തതിന് ശേഷം അരപ്പ് ഇതിലിട്ട് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. പിന്നെ അല്പം വെള്ളം കൂടെ ഒന്നിട്ടിട്ട് ഇതേപോലെ അതും ഒന്ന് എണ്ണ തെളിയണം, അത്രയും ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കും. പിന്നെ നമുക്ക് എത്രയാണോ മീൻകറിക്ക് ഗ്രേവി വേണ്ടത് അതിന്റെ അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേവി വേണ്ടതെന്ന് മാത്രമല്ല, മീൻകറി പല മീനിനും പല വേവാണ്. അപ്പൊ മീൻ വേകാനും വേണ്ടിയുള്ള വെള്ളവും, പിന്നെ സാധാരണ ഞങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രേവി കൂട്ടിയെടുക്കും. കാര്യം ചോറിനൊക്കെ കൂട്ടാനാകുമ്പോൾ കുറച്ച് ഗ്രേവി മതി. എന്നാലും നമുക്ക് എന്തെങ്കിലും പുഴുക്ക് വർഗ്ഗങ്ങളോ ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ വെള്ളം കൂടുതൽ വേണ്ടതായിട്ട് വരും. അപ്പം ഗ്രേവി ഇച്ചിരി കൂടുതലാക്കാനുള്ള വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കും. പിന്നെ ഞാൻ മീൻ ചട്ടിയിലാണ് മീൻ വെക്കാറുള്ളത്. അപ്പൊ അടിയിലേക്ക് പിടിക്കാതിരിക്കാനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിക്കകത്ത് ഒഴിച്ചു കൊടുക്കും. പിന്നെ ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് വരാനും വേണ്ടി ഇതുപോലെ ഒന്ന് കറക്കിയിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില അതിനടിയിൽ നിരത്തിയിടും. അപ്പൊ ആ കറിവേപ്പില അങ്ങനെ നിരത്തിയിടുമ്പോ അധികം എളുപ്പമൊന്നും അങ്ങനെ അഥവാ അല്പത്തി കൂടി പോയാലൊന്നും അങ്ങനെ അടുക്കി പിടിക്കത്തില്ല. കറിവേപ്പില കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തോട്ടും ആ വെളിച്ചെണ്ണ ഞാനൊന്ന് ഇതുപോലെ വെക്കുന്നുണ്ട്, അടുക്കി പിടിക്കാതിരിക്കാനും വേണ്ടിയാണ്. എന്നിട്ട് കറിവേപ്പില ഇതുപോലെ അടിയിലങ്ങ് നിരത്തിയിട്ട് കൊടുക്കും. എന്താ ഇതിൽ അടത്തി ഇലയായിട്ടൊന്നും എടുത്തൊന്നും അല്ല, തണ്ടോടുകൂടി തന്നെയാണ്. പിന്നെ ആവശ്യത്തിന് എത്രയും പുളി വേണോ ആ പുളി നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട്, സാധാരണ പുളിയുടെ ഒരു വലിപ്പമുണ്ടല്ലോ ആ വലിപ്പത്തിൽ തന്നെ ഞാൻ ഇടത്തില്ല, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കണ്ടോ കനം കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് അതുകൂടെ ഈ കറിവേപ്പിലയുടെ മുകളിൽ ഇതുപോലെ അങ്ങ് നിരത്തിയിട്ട് കൊടുക്കും. അതിന്റെ മുകളിലായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീന് അതും ഇങ്ങനെ നിരത്തി തന്നെ വെച്ചാണ് കൊടുക്കുന്നത്. അല്ലാതെ ആയാലും വെച്ചിട്ട് അതിന് മുകളിൽ അരപ്പ് ഒഴിക്കാവുന്നതാണ്. സാധാരണ ഞാൻ അടുക്കി പിടിക്കാതിരിക്കാനും എല്ലായിടത്തും അരപ്പ് നല്ലപോലെ വരുന്നതിനും വേണ്ടിയാണ് ഇതേ രീതിയിൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചത്. ഞാൻ ഇപ്പോഴാണ് മീൻ ചട്ടിക്കകത്ത് ഇങ്ങനെ ഇത് അടുപ്പത്ത് വെച്ച് വെക്കാമെന്നങ്ങനോട് ചെയ്യുന്നത്. നേരത്തെ ഇത് സ്റ്റൗവിൽ വെക്കുമായിരുന്നു ചട്ടിയോടെ. അപ്പൊ ചട്ടി എളുപ്പം വിരിഞ്ഞ് കേടായി പോകുന്ന പോലൊക്കെ വരുന്നു. പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിന്റെ ചീനച്ചട്ടിയിലായിരുന്നു എപ്പോഴും മീൻകറി വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പൊ അന്നേരം അതിന്റെ ടേസ്റ്റ് ഇതും കൂടെ നോക്കിയപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് വെക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴായിട്ട് മീൻ ചട്ടിക്കകത്താണ് അടുപ്പത്താണ് മീൻ വെക്കാറുള്ളത്, വിറക് കത്തിച്ചുള്ള അടുപ്പിൽ. അപ്പൊ ഈ സമയത്ത് ഞാൻ ഗ്രേവിക്കകത്ത് ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ ആ വെള്ളത്തില്. അപ്പൊ ആ മസാല വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കണം കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഈ മീനകത്തേക്ക് അത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഗ്രേവിയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്, ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ മീൻ നെക്കൊക്കെ അല്ല ഞാൻ ഗ്രേവി ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന പോലെയാണ്. വേകുകയും ചെയ്യണം, കുറച്ച് ഗ്രേവിയും വേണം. അപ്പൊ ആ ചീനച്ചട്ടിയിലോട്ട് തന്നെ ആ പാനിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ വെള്ളം തിളപ്പിക്കാത്ത വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കല്ലേ. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എന്താ തീ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്, അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഞാൻ ഈ അടുപ്പ് സാധാരണയായിട്ട്
ഒന്നിനും യൂസ് ചെയ്യുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മീൻകറി ഒരു ദിവസം ഞാൻ ഇങ്ങനെ വെച്ചപ്പോ നല്ല ടേസ്റ്റ് തോന്നി. അപ്പം വിചാരിച്ചു ഇനി മീൻകറി എന്തായാലും ഏതായാലും അടുപ്പുണ്ട്, അപ്പൊ മീൻകറി എന്തായാലും ഇങ്ങനെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മിക്കവാറും മീൻകറി ഞാൻ ഇതേപോലെ വിറക് കത്തിച്ച് അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. പുകയില്ലാത്ത അടുപ്പെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ പുകയൊക്കെ വരും, അതുകൊണ്ടാണ് ഞാൻ കഴിവതും ഇത് അങ്ങ് ഉപയോഗിക്കാതിരുന്നത്. പക്ഷെ മീൻകറി ഇപ്പം വെക്കാൻ ഞാൻ എടുക്കുന്നുണ്ട്, വലിയ പുകയൊന്നും ആകുന്നില്ല കേട്ടോ. ഇപ്പം മീനിന് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്, പറ്റിയും വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് പറ്റിക്കോട്ടെ. ഇതാ ഇത്ര മതിയേ, നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയായി. ഇനി ഈ അടുപ്പത്ത് തന്നെ ഇരുന്നാൽ കുറച്ചുകൂടെ അങ്ങ് പറ്റിപ്പോ. അത് മാത്രമല്ല ചട്ടിയിലിരുന്നാൽ കുറച്ചുകൂടെയും പറ്റിപ്പോ. ഇവിടെ ഞാൻ അങ്ങ് വാങ്ങിയെടുക്കുവാണേ. കണ്ടോ, ഈ രീതിയിലാണ് ഞാൻ മീൻകറി വെക്കാറുള്ളത്. കുറച്ച് ഗ്രേവി കണ്ടോ ഇട്ടിട്ടുണ്ട്. ചോറിനാണെങ്കിൽ കുറച്ചുകൂടെയും പറ്റിച്ചെടുക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മീൻ ചട്ടിക്കകത്ത് ഇതുപോലെ മീൻകറി വെക്കുമ്പോ. നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ, അതായത് മീൻ ചട്ടിയില്ല, നമ്മൾ സ്റ്റൗവേ സാധാരണ മീൻകറി വെക്കാറുണ്ടല്ലോ, അതിന് വേറെ അടുപ്പയിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടുന്നെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.